അസ്സലാമു അലൈക്കും. അടുത്തതായിട്ട് കഥയാണ് പറയുന്നത്. കഥ എന്നുള്ളത് നമുക്കറിയാം, ഇതിനു മുമ്പ് പഠിച്ച ഷോർട്ട് സ്റ്റോറിയും പിന്നെ നോവലും ഇതിൽ നിന്നും വിഭിന്നമായിട്ട് രണ്ടിൻ്റെയും ഇടയിലായി നിൽക്കുന്ന ഒന്നാണ് കഥ എന്നുള്ളത്. വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും രസകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഒരു കഥാകാരൻ്റെ വിജയം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിരിക്കും കഥയുണ്ടാവുക. ഇത് ഒരീബ് എന്നൊരു കഥയാണ്. മഹ്മൂദുൽ ബദവി എന്നുള്ള ആൾ എഴുതിയിട്ടുള്ള ഒരീബ് എന്ന കഥയാണ് പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു കഥയുടെ ആശയം ആദ്യം പറയാം. ഒരാളെ വഴി തടസ്സപ്പെട്ട് വഴിയിൽ നിന്നെല്ലാം തെന്നിത്തെറിച്ച് ഒരാൾ നടക്കുന്നത് കണ്ട ഒരു സ്ത്രീയും ഭർത്താവും മാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. സ്ത്രീ വിദേശിയായിട്ടുള്ള ആ ഒരു മനുഷ്യന് അഭയം കൊടുക്കുകയും രാത്രിയിൽ തൻ്റെ വീട്ടിൽ തങ്ങാൻ അനുവദിക്കുകയും അതിനുശേഷം മടക്കി അയക്കുന്ന സമയത്ത് പരുക്കനായ തൻ്റെ ഭർത്താവ് അയാളെ കൊല്ലുകയും ഇതിൽ വിഷമിച്ച സ്ത്രീ തൻ്റെ ഭർത്താവിനെയും കൊല്ലുക എന്നതാണ് ഈ കഥയുടെ സാരാംശം, മൊത്തം ആശയം. ഇനി അർത്ഥങ്ങളിലേക്ക് പോകാം. അൽ ഗരീബ്. അൽ ഗരീബ് എന്ന് പറഞ്ഞാൽ വിദേശി എന്നാണ് അർത്ഥം. അപരിചിതൻ, പരിസരത്തില്ലാത്തവൻ എന്നാണ് അർത്ഥം. സമിയത്ത് റുഖയ്യ അൽ കിലാബ തൻബിഹു ബിഷിദ്ദത്തിൻ. സമിയത്ത് റുഖയ്യ കേട്ടു, അൽ കിലാബ നായകളെ കേട്ടു, തൻബഹു ബിഷിദ്ദത്തിൻ വളരെയധികം ശക്തിയിൽ കുരക്കുന്നതായിട്ട് കേട്ടു. ഫഅതല്ലത്ത് മിൻ ബാബിൽ കൂഹി വീടിൻ്റെ വാതിലൂടെ അവൾ എത്തി നോക്കി. അതല്ലത്ത് എന്ന് പറഞ്ഞാൽ എത്തി നോക്കി. വഹദ്ദക്കത്ത് ഫിൽ ളലാമി ഇരുട്ടിൽ അവൾ പരതി, ഇരുട്ടിൽ സൂക്ഷിച്ചു നോക്കി. ഹദ്ദക്ക എന്നൊക്കെ പറഞ്ഞാൽ പരതുക, സൂക്ഷിച്ചു നോക്കുക എന്നാണ്. ഫവജദത് അന്നൽ കിലാബ തുഹാസിറു റജുലൻ അപ്പോൾ അവൾ കണ്ടു, അന്നൽ കിലാബ നായകൾ, തുഹാസിർ റജുലൻ ഒരു മനുഷ്യനെ ചുറ്റി വലയം ചെയ്തിരിക്കുന്നതായിട്ട് അവൾ കണ്ടു. യസ്അദുത്തല്ല മലമുകളിൽ കയറിയ ഒരു മനുഷ്യനെ ചുറ്റും വലയം ചെയ്തതായിട്ട് നായകളെ അവൾ കണ്ടു. വഖദ് സദ്ദത്ത് അലൈഹി ത്വരീഖു ഈ നായകൾ അദ്ദേഹത്തിൻ്റെ വഴി തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. വഅഖദത് തതവസ്സബു ഹൗലഹു വതതഹാറശു അദ്ദേഹത്തിൻ്റെ ചുറ്റും നായകൾ ചാടാനും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തുള്ളാനും തുടങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കയറി ചാടാൻ തുടങ്ങി. ഫജറത്ത് റുഖയ്യ തദ്ഫഉൽ കിലാബ ഇത് കണ്ട ഉടനെ റുഖയ്യ ഓടുകയും തദ്ഫഉൽ കിലാബ നായകളെ തടയുകയും ചെയ്തു. അനിർ റജുലി ബി സൗത്തിഹ വയദൈഹ ഇവളുടെ ശബ്ദം കൊണ്ടും കൈകൾ കൊണ്ടും നായകളെ ഇദ്ദേഹത്തിൽ നിന്നും പിടിച്ചു മാറ്റി റുഖയ്യ. വനളറ ഇലൈഹ റജുൽ ഈ ഒരു സമയം ഈ ഒരു മനുഷ്യൻ അവളിലേക്ക് നോക്കി. വഹുവ യുഹാവിലു ഐ യതഹറക ബിസുഹബത്തിൻ വളരെയധികം പ്രയാസത്തോടു കൂടെ നടക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു മനുഷ്യൻ. കാനത്തിൽ കിലാബു നായകൾ കത് നഹഷ്തഹു അദ്ദേഹത്തെ കടിച്ചിരുന്നു. ഫി അക്സറി മിൻ മവാലിഹിൻ മിൻ ജിസമിഹി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അധിക ഭാഗത്തും ഈ നായകൾ കടിച്ചിരുന്നു. വലമ്മ റഅത്തി റുഖയ്യ അദ്ദമ അലാ സാക്കിഹി അദ്ദേഹത്തിൻ്റെ കാലിൽ റുഖയ്യ രക്തം കണ്ടപ്പോൾ ജറത്ത് അവൾ ഓടി. വ ഹമലത്തിൽ മിസ്ബാഹ വിളക്കെടുത്തു. മിൻ ദാഖിലിൽ കൂഹി വീടിൻ്റെ ഉള്ളിൽ നിന്നും വിളക്കെടുത്തു. വ സക്കത്തൽ ലൗ അല വജിഹിർ റജുലി ഈ ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് വെളിച്ചമടിച്ചു. ഫ അറഫത്ത് അപ്പോൾ അവൾ മനസ്സിലാക്കി, അന്നഹു ഒരീബൻ അദ്ദേഹം ഒരു അപരിചിതനാണ്, വിദേശിയാണ്. അനിൽ അസ്ബത്തി ഈ ഒരു കുന്നിൻ മുകളിൽ നിന്നും ഈ ഒരു ഫാം ഹൗസിൽ നിന്നും അദ്ദേഹം അപരിചിതനാണ്, ഇവിടെയുള്ള ആളല്ല.
വൻ അഹ്ലിൽ കറിയത്തി, ഈ ഒരു ഗ്രാമത്തിലെ ഉള്ളവനല്ല. വക്കാന വജുഹു അസ്മർ, അദ്ദേഹത്തിൻ്റെ മുഖം വിവർണമായിരുന്നു. നാബത്തിൽ ലഹിയത്തു, അദ്ദേഹത്തിൻ്റെ വക്കാന വജുഹു അസ്മർ, അദ്ദേഹത്തിൻ്റെ മുഖം വിവർണമായിരുന്നു. നാബത്തിൽ ലഹിയത്തു, താടി മുളച്ചു വന്നിരുന്നു. നാബ എന്ന് പറഞ്ഞാൽ താടി വളർന്നിരുന്നു എന്നുള്ള അർത്ഥം. ഹഫീഫ ഷാരിബി, പൊടിയ മീശയുള്ള ആളായിരുന്നു, ചെറിയ മീശയുള്ള ആളായിരുന്നു. വാഹദ യറുഷു അലൽ ജറഹി, അദ്ദേഹം തൻ്റെ മുറിയിന്മേൽ കുടയാൻ തുടങ്ങി. യറുഷു എന്ന് പറഞ്ഞാൽ കുടയുക. തുറാബൻ നായി, മൃദുലമായിട്ടുള്ള നൈസായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് കാലിൽ കുടയാൻ തുടങ്ങി. ലിയൂഖിഫദ് ദമ, രക്തം നിൽക്കാൻ വേണ്ടി, രക്തത്തെ നിർത്താൻ വേണ്ടി അദ്ദേഹം കാലിൽ പൊടിമണ്ണ് തേക്കാൻ തുടങ്ങി. റുഖിയ ചോദിക്കുകയാണ്, വഹിയ തേർത്തിബിൽ മിസ്ബാഹി, അവൾ വിളക്കുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇന്ധന കലീലു മിനൽ ബുന്നി, ഞങ്ങളുടെ അടുത്ത് കുറച്ച് കാപ്പിപ്പൊടിയുണ്ട്. ഹൽ തസ്തതിയു അൻ തംഷീരിൽ കൂഹി, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂരയിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ സാധിക്കുമോ, നടക്കാൻ സാധിക്കുമോ? റജുലു, അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, അസ്തതിയു, എനിക്ക് സാധിക്കും. ലഖദ് ഹഫൽ അലമു, ഇപ്പോൾ വേദനയ്ക്ക് ഒരു ശമനമുണ്ട്. ഉരീദു അൻ അശ്രിബ, എനിക്ക് വല്ലതും കുടിക്കാൻ ആഗ്രഹമുണ്ട്. റുഖയ്യ, ആ ഒരു സമയത്ത് റുഖയ്യ പറയാണ്, തഫല്ലൽ, അങ്ങനെയാണെങ്കിൽ വന്നോളൂ. ലമ്മ ബലഗ, അവർ രണ്ടുപേരും എത്തിയപ്പോൾ, ബാബൽ കൂഹി, ഈ ഒരു ചെറു കുടലിൻ്റെ മുന്നിലെത്തിയപ്പോൾ, വസ്ത്രാഹ റജുലുൽ ജരി, ഈ ഒരു മുറിവേറ്റ മനുഷ്യൻ കുറച്ചു നേരം വിശ്രമിച്ചു. ഈ ഒരു സമയത്ത് റുഖയ്യ ചോദിക്കുകയാണ്, ലിമാദ മറർത്ത മിൻ ഹുനാക്ക, ഇതുവഴി നിങ്ങൾ എന്തിനാണ് നടന്നത്? വ ഹയ്യജിത്ത അലൈക്കൽ കിലാബ്, എന്തുകൊണ്ടാണ് നിങ്ങളെ നായ്ക്കൾ ഓടിച്ചിട്ടുള്ളത്? അത്വരീഖു മിൻ ഷറക്കിൻ, വഴി കിഴക്ക് ഭാഗത്ത് കൂടെയാണല്ലോ, എന്തുകൊണ്ടാണ് ആ ഭാഗം ഒഴിവാക്കി ഇതിലൂടെ നടന്നു വന്നത്? ഈ സമയത്ത് ആ മനുഷ്യൻ മറുപടി പറയുകയാണ്, അന ഗരീബൻ, ഞാനൊരു വിദേശിയാണ്. വല ആരിഫു തുറുക്കൻ, എനിക്ക് വഴികളൊന്നും അറിയില്ല. ഫഅതതിനിൽ മുഅദ്ദിയത്തി, ഞാൻ ഒരു ചെറു ബോട്ടിലാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. ഖറജിതു മിന സാഹിലി, തീരപ്രദേശങ്ങളിൽ നിന്നും ഞാൻ പുറപ്പെട്ടു. വജദത്തുൽ ളലാമ, ആ ഒരു സമയത്ത് ഇരുട്ടായി. മിൻ ഹൗലി, എൻ്റെ ചുറ്റും ഇരുട്ടായി. വലം അജിദ് ഒയറല്ലൗ ഫി കൂഹിക്കും, നിങ്ങളുടെ ഈ ഒരു കുരയിലെ പ്രകാശമല്ലാതെ വേറൊരു പ്രകാശവും ഞാൻ കണ്ടില്ല. ഫസിർതു ഇലൈഹി, അപ്പോൾ ഞാൻ പ്രകാശത്തിലേക്ക് നടന്നു. ലിമാദ കുല്ലു ഹാദിൽ കിലാബ്, എന്താ ഇത്രയും നായ്ക്കൾ ഇവിടെ? റുഖയ്യ, അപ്പോൾ റുഖയ്യ പറയുകയാണ്, ലൈസ ഇന്ധന സിവ കൽബിൻ വാഹിദിൻ, ഞങ്ങൾക്ക് ഒരു നായയേ ഉള്ളൂ. അപ്പോൾ റജുൽ തിരിച്ചു ചോദിക്കുകയാണ്, വൽ ബാക്കി, അപ്പോൾ ബാക്കിയുള്ള നായകളൊക്കെ ആരുടേതാണ്? റുഖയ്യ മറുപടി പറയുകയാണ്, തതജമ്മഉ ദായിമൻ അൽ ഗരീബി, അപരിതരെ കണ്ടാൽ ഈ നായകളെല്ലാം ഒരുമിച്ച് കൂടും. റജുൽ, അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ലഖദ് നജൗതു മിൻഹ, ആ നായകളിൽ നിന്ന് ഞാൻ രക്ഷ നേടിയിരിക്കുന്നു. ലിയന്നഹ ഇൻകസമത് ഫരീഖൈനി, ഞാൻ അതിൽ നിന്ന് രക്ഷ നേടാൻ കാരണം ഈ നായകൾ രണ്ട് വിഭാഗക്കാരായി മാറി. അഖദത് തതഹാറശു, അവർ പരസ്പരം പോരടിക്കാനും പരസ്പരം ചാടി മറിയാനും തുടങ്ങി. തതഖാതലു, പരസ്പരം തമ്മിലടിക്കാനും തുടങ്ങി. അദറക ബാലുഹ അന്നി ഗരീബൻ, ചില ആളുകൾക്ക് മനസ്സിലായി ഞാനൊരു വിദേശിയാണെന്നുള്ളത്. വഹ്താജുൽ മുസാദ, ഈ ഒരു സമയത്ത് എനിക്ക് സഹായം വേണമെന്നും ചില നായ്ക്കൾക്ക് മനസ്സിലായി. ഹത്തൽ കിലാബ ഫിഹ അൽ അഖ്യാർ വൽ അഷ്റാർ, നായകളിൽ പോലും നല്ലവരും ചീത്തവരുമുണ്ട്. ഈ സമയത്ത് റുഖയ്യ ഇബ്തിസമത്ത്, അവൾ പുഞ്ചിരിച്ചു. വലാക്കിൻ ലിമാദ തസീറു ഫില്ലൈലി, എന്തുകൊണ്ടാണ് നിങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുന്നത്? വലൈസമാക്ക ഹത്താസ, നിങ്ങളുടെ കയ്യിലൊരു വടി പോലും ഇല്ലാതെ നിങ്ങൾ എന്താ രാത്രിയിൽ ഇങ്ങനെ നടക്കുന്നത് എന്ന് റുഖയ്യ ചോദിച്ചു. റജുലു, ആ സമയത്ത് ഈ മനുഷ്യൻ മറുപടി പറയാണ്, ഹാക്കഥ തഅവ്വദ്തു, ഇങ്ങനെയാണ് ഞാൻ ശീലിച്ചത്. ലം അക്കുൻ അഖ്ദിർ, എനിക്കിങ്ങനെ സാധിക്കുകയില്ലായിരുന്നു. അന്നി സഅതഅഖറു, ഞാൻ ലം അക്കുൻ ഉഖദ്ദിറു, ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അന്നി സഅതഅഖറു, ഞാൻ ഇത്രയും ലേറ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ദഹബ്തു മിനൽ ഫജ്രി ഇല സൂക്കി,
ഞാൻ രാവിലെ തന്നെ അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് പോയതാണ്. ലി അസ്തരി ജാമൂസൻ, ഒരു പോത്തിനെ വാങ്ങാൻ രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് പോയതാണ്. ഇത്രയും ലേറ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. റുക്കയ്യ ചോദിക്കുക, വലിമാത ലം തെസ്തരി, പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ പോത്തിനെ വാങ്ങാഞ്ഞത്? റജുൽ, അപ്പം മനുഷ്യൻ പറയാണ്, വജത്തുഹ ഓലിയത്തൻ, അവിടെ പോത്തിന് ഭയങ്കര വിലയാണെന്ന് എനിക്ക് മനസ്സിലായി. കാലൂലി അന്നൽ ജാമൂസത ഫി ജിഹാത്തി മൽവ റഹീസുൻ, അവർ എന്നോട് പറഞ്ഞു, അന്നൽ ജാമൂസത്ത, തീർച്ചയായിട്ടും പോത്തുകൾ, ഫി ജിഹാത്തി മൽവ, ജിഹാത്ത് മൽവ എന്ന പ്രദേശത്ത് പോത്തുകൾ റഹീസുൻ, വില കുറഞ്ഞതാണെന്ന് അവർ എന്നോട് പറഞ്ഞു. വലാക്കിന്നി, പക്ഷേ വജത്തുഹ ഓലിയത്തൻ, അത് വിലപിടിപ്പുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ബി സമാനീന, 80, വ തിസ്ഈന, 90, വ മിയത്ത് ജുനൈൻ, 80, 90, 100 പവൻ. ജുനൈഹ് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു നാണയമാണ്. ആ ഒരു നാണയത്തോളം വില കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായി. വ ഇന്ധന ഫി സൂക്കിൽ ഇസ്നൈൻ, ഞങ്ങളുടെ അടുത്ത് ഒരു തിങ്കളാഴ്ച ചന്തയുണ്ട്. സൂക്കുൽ ഹവാത്തിക്ക, സൂക്കുൽ ഹവാത്തിക്ക എന്ന വേറൊരു ചന്തയുമുണ്ട്. അർഹസ്, അവിടെ എല്ലാം വിലക്കുറവാണ്. ഔഫാറുൽ മിഷ്വാർ, അത് നല്ലൊരു ചന്തയുമാണ്. അവിടെ എല്ലാവിധ ബാർഗെയിൻ ചെയ്തിട്ടും തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വില പറഞ്ഞ് വില പേശിയിട്ട് വരെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല, മിഷ്വാർ എന്ന് പറഞ്ഞാൽ പ്രദർശന വസ്തുവായ ചന്ത എന്നൊക്കെ അർത്ഥമാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. ഹയ്യമ സുംതു ബൈനവുമ, ഇത് പറഞ്ഞതിന് ശേഷം അവർക്കിടയിൽ മൂകത തളം കെട്ടി നിന്നു. ഹയ്യമ എന്നൊക്കെ പറഞ്ഞാൽ ടെൻറ്റ് കെട്ടുക എന്നർത്ഥമാണ്. ഇവിടെ മിണ്ടാതിരുന്നു എന്നർത്ഥമാണ്. റുക്കയ്യ റാത്തിൽ ആയ, അവള് അവശത കണ്ടു. അല വജി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് അവശത കണ്ടു. അപ്പോൾ ചോദിക്കുകയാണ്, ജായി, നിങ്ങൾ വിശക്കുന്നവനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ റജുൽ പറയാണ്, മറുപടി പറയാണ്, ലം ആക്കുൽ മുന്തു സ്വബ, രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. റുക്കയ്യ ദഖലത്തിൽ കൂഹ്, റുക്കയ്യ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. വ ഹറജത്ത് തഹ്മിലു ലഹു ത്വാം, അദ്ദേഹത്തിന് ഭക്ഷണം എടുത്ത് പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ സമയത്ത് റജുൽ, ആ മനുഷ്യന് ബഹു യൻദുറു ഇല വജ്ഹിയ സ്വബി, ഈ ഒരു സമയത്ത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, ഹത്ത ത്വാമു നസീബ്, ഭക്ഷണത്തിനും വേണം ഒരു യോഗം എന്നുള്ള ഒരു കമൻ്റ് അടിക്കുകയുണ്ടായി. ഫബത്തസമത്ത് റുക്കയ്യ, അപ്പോൾ റുക്കയ്യ പുഞ്ചിരിച്ചു. വഅഖദ തുറാക്കിബുഹു, എന്നിട്ട് ഈ ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. വഹുവ യഹ്കുലു സ്വാമിതൻ, അദ്ദേഹം ഒന്നും മിണ്ടാതെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാന വജുഹു വജു ഇൻസാൻ യതഅല്ലമൻ, വേദനിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ സമയത്ത് റുക്കയ്യ പറയാണ്, ലൗ റആക ഹുമ്മാം, നിങ്ങളെ ഹുമ്മാമെങ്ങാനും കാണുകയാണെങ്കിൽ, വ അൻത മാറുൻ മിൻ തഹ്തിൻ, നിങ്ങൾ ഇതിന് താഴത്തൂടെ നടന്നു പോകുന്ന സമയത്ത്, കുന്നിൻ്റെ തായ്വരയിലൂടെ നടക്കുന്ന സമയത്ത് നിങ്ങളെ ഹുമ്മാമെങ്ങാനും കാണുകയാണെങ്കിൽ, കാന തൊഹക്ക, അത് നിങ്ങളുടെ അവസാനമായിരുന്നു. റജുല് ഹൽഫി അർലിക്കും ദഹബൻ, ഇവിടെ സ്വർണമുണ്ടോ? റുക്കയ്യ പറയാൻ, ലൈസത്തിൽ അർള് ഹിയ സബബ്, ഇവിടെ ഭൂമി സ്വർണമുള്ളതായിട്ട് കൊണ്ടൊന്നല്ല. വ ഇന്നമൽ ബഹായിമു തർആ തൂലൽ ലൈൽ, കാരണം മൃഗങ്ങൾ രാത്രിയിൽ മേനി നടക്കാറുണ്ട്. മുൻതലക്കത്തം മിനൽ അസബത്തി ദൂനാൻ യഹരിസ അഹദുൻ, ഒരാളും അതിനെ നോക്കാതെ. മുൻതലക്കത്തൻ മിനൽ അസ്ബത്തി, ഈ കുന്നിൻ മുകളിൽ നിന്നും വരുന്ന, ഇൻതൊലക്ക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുക, പ്രവേശിക്കുക എന്നർത്ഥം. വ നദറ ഐ യമുറ മിൻ ഹുന അൽ ഗരീബ്, ഇവിടെ വിദേശികൾ വരുന്നത് വളരെ കുറവാണ്. നദർ, വളരെ കുറവാണ്. റജുല് വലിഹാദ കിലാബുക്കും മസ്ഊറ, എന്താണ് നിങ്ങളുടെ നായ്കൾ ഇത്രയും, മസ്ഊറ എന്ന് പറഞ്ഞാൽ ഭ്രാന്തായിട്ടുള്ള നായ്കൾ എന്നർത്ഥം. റുക്കയ്യ പറയാണ്, ഇന്നഹ ലാ തുഹിബ്ബൽ ഉരീബ്, ഈ നായ്ക്കൾ, വിദേശികളെ തീരെ ഇഷ്ടമില്ല അവർക്ക്. റജുൽ ചോദിക്കുകയാണ്, വ കൈഫ അഖ്റുജു മിനൽ അസ്ബ, എങ്ങനെയാണ് ഞാൻ ഈ കുന്നിമുകളിൽ നിന്നും പുറത്തേക്ക് പോവുക? റുക്കയ്യ ഫക്രത്ത് കലീലൻ, കുറച്ചേരം ചിന്തിച്ചിട്ട് സുമ്മ കാലത്ത് അവൾ മറുപടി പറയാണ്, സ എഴുത്തി ഹുമ്മാം, ഹുമ്മാം ഇപ്പോൾ വരും. ബാദ കലീലിൻ, കുറച്ച് സമയത്തിന് ശേഷം ഹുമ്മാം വരും. വ യംഷി മാക്ക, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയാൽ പോലെ. വബിറമി ഖവാതിരിഹ അല്ലത്തി കാനത്ത് തുഷ്ഗിലഹ ലം യംനൽ അംറു മിൻ അൻ തുക്രിമുഹു കലൈഫിൻ,
വബി റഗമി ഖവാത്തിരിഹ, അവളുടെ മനസ്സ് പറയുന്നതിന് അപ്പുറത്തായി, അല്ലത്തി കാനത്ത് തുഷ്ഖിലുഹ ലം, അവളെ മനസ്സ് പറയുന്നതിനായിട്ട് അവൾ ലം യംനൽ അമ്രുമിൻ അൻ തുക്രിമഹു കലൈഫിൻ, ഒരു അതിഥിയെ പോലെ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ കാര്യങ്ങൾ തടസ്സമായിട്ടില്ല. മനസ്സിൽ ഈ അതിഥിയെ പറ്റി പലതും ചിന്തിച്ചിട്ടും ആ ചിന്തകളൊന്നും തടസ്സമാകാതെ അദ്ദേഹത്തെ ഒരു അതിഥിയെപ്പോലെ സൽക്കരിക്കാൻ ഈ റുക്കയ്യ തയ്യാറായി എന്നാണ് അതിനർത്ഥം. ബി റഗമി ഖവാത്തിരിഹല്ലത്തി കാനത്തുഷ്ഗലു, അവളുടെ മനസ്സിൽ വ്യാപൃതമായിട്ടുള്ള, മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അതിനൊന്നും പരിഗണിക്കാതെ എന്ത് ചെയ്തു, അൻ തുക്രിമോ ലൈഫ്, അതിഥിയെപ്പോലെ അതിനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങി. അപ്പോൾ ഫറശത്ത് ലഹു ഹിറാമൻ ലി യത്തമദ്ദദ, നീണ്ടു നിവർന്ന് കിടക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു കമ്പിളിപ്പുതപ്പ് വിരിച്ചു കൊടുത്തു. ഫറശത്ത് ലഹു ഹിറാമൻ, ഒരു കമ്പിളിപ്പുതപ്പ് വിരിച്ചു കൊടുത്തു. ലിയത്തമദ്ദദ, നീണ്ടു നിവർന്ന് കിടക്കാൻ. ഹത്താ യത്തി സൗജാഹ ഹുമ്മാം, തൻ്റെ ഭർത്താവ് ഹുമ്മാമ് വരുന്നത് വരെ നീണ്ടു നിവർന്ന് കിടക്കാനായിട്ട് ഒരു കമ്പിളിപ്പുതപ്പ് റെഡിയാക്കി കൊടുത്തു. വൽത്തജാർ റജുലു, ഈ ഒരു സമയത്ത് ആ മനുഷ്യൻ അതിൽ കിടന്നു. വജാ കൽബുൻ ലൊഹ്മൻ, ഈ ഒരു സമയത്ത് വലിയൊരു നായ് വന്നു. വ റബല ബി ജാനിബിഹി, ഈ ഒരു സമയത്ത് ഈ നായ് കാല് നീട്ടി കിടന്നു. നായ് കിടക്കുന്നതാണ് റബല എന്ന് പറയുന്നത്. വഫ, എന്നിട്ട് ഈ അദ്ദേഹം മയങ്ങിപ്പോയി. വസ്തൈക്കല ബാദ മുൻതസഫുൽ ലൈല്, അർദ്ധരാത്രിക്ക് ശേഷം അദ്ദേഹം ഉണർന്നു. അല സംജറത്തിൽ കൽബി, ഒരു നായയുടെ ഓരിയിടൽ കേട്ട് അദ്ദേഹം ഉണർന്നു. വോവ യുറഹിബു ബി മുഖദ്ദമി സാഹിബി, ആ നായ തൻ്റെ ആളെ കാണുന്ന അദ്ദേഹത്തിൻ്റെ വരവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഓരിയിട്ടത്. ഹദ്ദസ റുഖയ്യത്തു മാ സൗജിഹ, റുഖയ്യ തൻ്റെ ഭർത്താവിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. വാഷാറത്തിലെ റജുലുൽ ഗരീബി, എന്നിട്ട് ഈ ഒരു വിദേശിയായിട്ടുള്ള മനുഷ്യനിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. തക്കദ്ദമ ഹുമ്മാം ഇലൈഹി, ഈ ഒരു സമയത്ത് ഹുമ്മാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. യഫ്ഹസു ബി ബസരിഹി, തൻ്റെ കണ്ണുകൊണ്ട് അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. സുമ്മ സോഫഹു, എന്നിട്ട് അദ്ദേഹത്തിന് കൈ കൊടുത്തു. ജലസർ റജുലാനി യതഹദ്ദസാനി, ഈ രണ്ട് പേരും പരസ്പരം സംസാരിച്ചിരുന്നു. ഉയൂനഹുമ തബ്റഖു ഫിൽ-ളുലാമി, അവരുടെ കണ്ണുകൾ രാത്രിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു, ഇരുട്ടിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. വക്കാന സുക്കൂനു ഷാമിനൻ, ശാന്തത അവിടെ ഉണ്ടായിരുന്നു. വക്കാന ഹുമ്മാം ജാമിദൽ മലാമിഹി, അദ്ദേഹം ഒരു പരുക്കൻ സ്വഭാവക്കാരനായിരുന്നു. ഹുമ്മാം ഒരു നിർവികാരനായിരുന്നു, ഒരു പരുക്കൻ സ്വഭാവമുള്ള ആളായിരുന്നു. വല യാബുർ വജൂഹു അൻ ഷൈൻ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഭാവങ്ങളും പ്രകടമായിരുന്നില്ല. വലാർ റജുലുൽ ഗരീബ് റഹ്സു അൽ ഫിറാഷി, ഈ ഒരു വിദേശിയായിട്ടുള്ള മനുഷ്യൻ തൻ്റെ പുതപ്പിന്മേൽ തല വെച്ചു. വനാമ ഹുമ്മാം മിസ്ലഹു, അദ്ദേഹത്തെ പോലെ ഹുമ്മാമും ഉറങ്ങി. ഖാരിജൽ ഖൂഹി, ഈ ഒരു വീടിൻ്റെ പുറത്ത്. വൽ ബുന്ദുഖിയത്ത് ബി ജാനിബി, ഹുമ്മാമിൻ്റെ അടുത്തുണ്ടാകുന്ന തോക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വെച്ചു. വല്ലത്ത് റുഖയ്യ, അങ്ങനെ റുഖയ്യ ഇങ്ങനെ നിന്നു. സാഹിറത്തൻ, ഉറക്കമൊഴിച്ച് അവിടെ ഇങ്ങനെ നിന്നു. സുമ്മ വലബഹൻ നുവാസു, അവൾക്ക് തൂങ്ങിയ ഉറക്കം അധികമായി വന്ന സമയത്ത് ഫനാമത്ത് വഹിയ ജാലിസത്തൻ, അവൾ ഇരുന്നുറങ്ങി. ഫി മദ്ഖലിൽ കൂഹി, ഈ ഒരു കുടിലിൻ്റെ വാതിൽക്കൽ അവൾ ഇരുന്നുറങ്ങി. വലമ്മ ഫതഹത്ത് ഐനൈഹ, അവൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാന റജുലുൽ ഗരീബു യുസല്ലിൽ ഫജ്റ, ഈ ഒരു വിദേശിയായിട്ടുള്ള മനുഷ്യൻ ഫജ്ർ നിസ്കരിക്കുകയായിരുന്നു. സുമ്മ സവ്വ മലാബിസോ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രമെല്ലാം അദ്ദേഹം ശരിയാക്കി. തൊവൽ ഹിറാമ, എന്നിട്ട് ആ ഒരു കമ്പിളിപ്പുതപ്പ് മടക്കി വെച്ചു. വലൗ ബി ജാനിബി, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വെച്ചു. സമീർ റജുലു സൗത്ത് റുഖയ്യ, ഈ ഒരു സമയത്ത് ഈ ഒരു മനുഷ്യൻ റുഖയ്യയുടെ ശബ്ദം കേട്ടു. റുഖയ്യ ചോദിക്കുകയാണ്, സാഹിബ്, നിങ്ങൾ പോകുകയാണോ? ഹാക്കഥ, ഇങ്ങനെ പോവുകയാണോ? ഫിൽ ബുക്കൂരി, ഇത്രയും നേരത്തെ തന്നെ നിങ്ങൾ പോവുകയാണോ? ആ റജുല് പറയാണ്, അജൽ, അതെ, ഞാൻ പോവുകയാണ്. യജിബു അൻ യുറാനിൽ ഔലാദ്, എന്നെ എൻ്റെ കുട്ടികൾ കാണണം. കപില ഷംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികൾ എന്നെ കാണണം. വൈല്ല ഷഗലു, അങ്ങനെ അവർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അവരുടെ ജോലികളിൽ, അവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകും. അതിനു മുമ്പ്, അവർ പോകുന്നതിന് മുമ്പ് എനിക്ക് അവരെ കാണണം. റുഖയ്യ, മാ സലാം, ഓക്കെ. സഹബിസു അൻകൽ കിലാബ്, ഞാൻ നായകളെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നോളാം.
നായകളെ നിങ്ങൾക്ക് വേണ്ടി തടഞ്ഞു കൊ തടഞ്ഞ് വെച്ചോളാം. നായകളെ ഇനി നിങ്ങൾ ആക്രമിക്കുകയില്ല. അഹബിസു എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക. ഇത്തജിഹ് ഇല ഷിർക്കി, നിങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് പോകണം. വജിഅൽ വൈത്തൽ അസറത്തി അല യമീനിക ദായിമൻ, ചോളത്തോട്ടങ്ങൾ നിങ്ങളുടെ വലതുവശത്ത് എപ്പോഴും ഉണ്ടാകണം. വലതുവശത്ത് ചോളത്തോട്ടങ്ങളായിട്ട് കിഴക്ക് വശത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്. വലമ്മ ഹമ്മർ റജുലു ബിൽ ഇൻസിറാഫി, ആ മനുഷ്യൻ തിരിഞ്ഞു പോകാൻ ഉദ്ദേശിച്ചപ്പോൾ സമയത്ത് റുഖയ്യ സൗജഹ യക്കൂലു, ഈ ഒരു സമയത്ത് റുഖയ്യ തൻ്റെ ഭർത്താവ് പറയുന്നതായി കേട്ടു. സൗറാഫിക്കു, ഞാൻ അദ്ദേഹത്തെ കൂടെ പോകാം. ഹത്ത യഹ്റുജു മിനൽ ഹിസ്ബ, അദ്ദേഹം ഈ ഒരു മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വരെ ഞാൻ കൂടെ പൊയ്ക്കോളാം. വനഹലു ഹുമ്മാം, ഹുമ്മാം ഉണർന്നു. വതനാവല ബുന്ദുക്കിയത്തിഹി, അദ്ദേഹത്തിൻ്റെ തോക്കെടുത്തു. വനളറത്തിൽ മർഅത്തു ഇലാ സൗജിഹ, ഈ ഒരു സമയത്ത് ഭാര്യ തൻ്റെ ഭർത്താവിലേക്ക് നോക്കി. വലം തൻബിസ്, ഒന്നും പറഞ്ഞില്ല. വസാർ റജുലാനി ഫിത്വരിക്ക്, രണ്ടുപേരും വഴിയിലൂടെ ഇങ്ങ് നടന്നു. വബായത സാഹത്തിൻ, കുറച്ച് സമയത്തിന് ശേഷം റഅത്ത് സൗജഹ ആയിദൻ, അവളുടെ ഭർത്താവ് മടങ്ങി വരുന്നതായിട്ട് കണ്ടു. വനളറത്തിൽ മർഅത്തു ഇലാ സൗജിഹ, ഈ ഒരു സമയത്ത് ഈ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിലേക്ക് നോക്കി. മടങ്ങി വരുന്നതായിട്ട് കണ്ടു. ദഹല സ്വാമിത്തൻ, ഒന്നും പറയാതെ ഇദ്ദേഹം അടുത്തേക്ക് കയറി. വ അലക്കൽ ബുന്ദക്കിയത്തി, അദ്ദേഹം തൻ്റെ തോക്ക് ഒരു സ്ഥലത്ത് ബന്ധിപ്പിച്ച് വെച്ചു. വല ഷയ്യൻ ഫി ഷക്കിൽ ഹായിത്തി, ഈ ഒരു മതിലിൻ്റെ ചുമരിൻ്റെ പൊത്തിൽ ഒരു വസ്തു, എന്തോ ഒരു വസ്തു വെക്കുന്നത് കണ്ടു. നളറത്ത്, അവൾ അതിലേക്ക് നോക്കി. വസാറത്ത്, അങ്ങനെ അവൾ പേടിച്ചു. മാ ഹാദ, എന്താണിത്? ഇന്നഹു മിന്ദീലു റജുലി, ഇതാ മനുഷ്യൻ്റെ തുവാലയല്ലേ, ഈ മനുഷ്യൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയല്ലേ. വ നുക്കൂദുഹു, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകളുമല്ലേ. നളറ ഇലൈഹ ഉമ്മാം വക്കാല ബിഹുദുവിൻ, അപ്പോൾ അവളിലേക്ക് ഉമ്മാം നോക്കിക്കൊണ്ട് ശാന്തതയോടുകൂടി പറഞ്ഞു. ഉമ്മാം ആയത്താനി, അദ്ദേഹം എനിക്ക് നൽകി. സമനൽ ജാമൂസ, ആ പോത്തിൻ്റെ വില എനിക്ക് നൽകി. സഷ്തരിയ ലൗമിൻ സൂക്കി സബത്തി, ശനിയാഴ്ച ചന്തയിൽ നിന്ന് ഞാൻ ആ പോത്തിനെ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞു. റുഖയ്യ, അപ്പോൾ റുഖയ്യ പറയാണ് ഹദക്കത്ത് ഫി വജീഹി ദൂനാൻ തത്തറഫ, ഈ ഒരു സമയത്ത് ഹദക്കത്ത് ഫി വജീഹി, അവള് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ദൂനാൻ തത്തറഫ, കണ്ണെടുക്കാതെ, കണ്ണ് വേറൊരു ഭാഗത്തേക്ക് നോക്കാതെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് മാത്രം അവൾ നോക്കി. സുമ്മ വളയത്ത് മസൂറത്തിൽ ബുന്ദുക്കിയത്തി ഇന്ദ അൻഫിയ, അതിനുശേഷം ഈ ഒരു തോക്കിൻ്റെ കുയൽ തൻ്റെ മൂക്കിലേക്ക് വെച്ചു. വക്കാലത്ത് ബി സൗത്തിൻ മബ്ഹൂഹിൻ, വളരെയധികം ബലിശമായിട്ടുള്ള ഉച്ചത്തിൽ അവൾ പറഞ്ഞു. ലഖദ് ഖതൽത റജുല, നിങ്ങൾ ആ മനുഷ്യനെ കൊന്നിട്ടുണ്ട്. അല്ലദീ ഇസ്തജാറ ബിക മിനൽ ളുലാമി, ഇരുട്ടിൽ നിന്ന് നിങ്ങളുടെ അഭയം പ്രാപിച്ച ആ മനുഷ്യനെ നിങ്ങൾ കൊന്നിട്ടുണ്ട്. ആർ, വളരെയധികം മോശമാണത്. ശരീർ, നിങ്ങൾ തെമ്മാടിയാണ്. കാത്തിൽ, നിങ്ങളൊരു കൊലപാതകയാണ്. ഹുമ്മാം പറയാണ് അഖ്രിസി യാ കൽബ, നായി നീ മിണ്ടാതിരിക്ക്. അഖ്രിസി എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നർത്ഥം. റുഖയ്യ പറയാണ് ലഖദ് ഉറക്ക ലക ഇബിൻ, നിങ്ങൾക്കൊരു കുട്ടി മുങ്ങി മരിച്ചിട്ടുണ്ട്. വാക്കൽ തന്നാറസാനി, രണ്ടാമത്തെ തീയിൽ വീണ് മരിച്ചിട്ടുണ്ട്. അമ്മ സാലിസുല്ലതി ഫീ ബത്തിനി, എൻ്റെ വയറ്റിലുള്ള ഈ മൂന്നാമത്തെ കുട്ടി. ഫലൻ തറാവു, നിങ്ങളൊരിക്കലും അവനെ കാണുകയില്ല. ലൻ തറാവു, ഒരിക്കലും കാണുകയില്ല. ലൻ തറാവു, ഒരിക്കലും കാണുകയില്ല. ഹുമ്മാം സ തുഹ്നിക്കീനിഹി, നീ അവനെ കഴുത്തു നെരിച്ച് കൊല്ലുമെന്നാണോ പറയുന്നത്? റുഖയ്യ, അപ്പോൾ റുഖയ്യ പറയാണ് ലൻ തറാവു, നിങ്ങൾ കാണുകയില്ല. ലൻ നജലോ യറാ വജഹു കാത്തിൻ, ഞാൻ അവനെ ഒരു കൊലപാതകിയുടെ മുഖം കാണിക്കാൻ വിടുകയില്ല. ശരീർ, ഒരു തെമ്മാടിയുടെ. ഈ സമയത്ത് ഹുമ്മാമ പറയാണ് അഖ്രിസി, മിണ്ടാതിരിക്കടി. വതറക്കഹ വഹുവ യലൂഹു ബിയദിഹി വഖറജ, ഇതൊന്നും ഭാര്യയുടെ ഈ ഒരു വർത്തമാനങ്ങളൊന്നും ചെവി കേൾക്കാതെ, ഒന്നും മൈൻഡ് ചെയ്യാതെ അവളെ ഉപേക്ഷിച്ച്, അവളെ കൈവീശി ഞാൻ ഇപ്പോൾ വരാം എന്നുള്ള അർത്ഥത്തിൽ അവൻ പോവുകയാണ്. വഖറജ, എന്നിട്ട് പുറത്തേക്ക് പോയി. ബി റോമി കുല്ലിമാ സമയത്തു റുഖയ്യ അൻഹു, അദ്ദേഹത്തെ കുറിച്ച് റുഖയ്യ കേട്ടതെല്ലാത്തിനും പുറമെ വലാക്കിന്നഹ കാനത്ത് തക്ദീബ് നഫ്സഹ, അവൾ ഈ ഭർത്താവിനെ കുറിച്ച് റുഖയ്യ പലതും കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ വലാക്കിന്നഹ കാനത്ത് തക്ദീബ് നഫ്സഹ,
അവളുടെ ശരീരത്തെ തന്നെ കളവാക്കുമായിരുന്നു. ഇദ്ദേഹം അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നുള്ള നിലക്ക്. അപ്പോൾ തക്സീബുൻ നാസ, എന്നിട്ട് ജനങ്ങൾ പറയുന്നതൊന്നും ചെവിക്കൊള്ളുകയില്ല ഇദ്ദേഹത്തെക്കുറിച്ച്. ലം തക്കുൻ തതസവ്വറു അന്നഹു ഖാതിലുൻ, അദ്ദേഹം ഒരു കൊലപാതകിയാണെന്ന് സങ്കല്പിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. വലാക്കിൻ പക്ഷേ ഇപ്പോൾ കയ്യഫ തഹാദു നഫ്സിഹ വഖദ് ലമസ്ത കുല്ല ഷൈഇൻ, ഇത് മുഴുവനും അദ്ദേഹമാണ് ചെയ്തതെന്നും ഈ മനസ്സിൻ്റെ വഞ്ചനയെ അവൾ തിരിച്ചറിയുകയും ചെയ്തു. തബിയത്തുഹു, അവൾ അദ്ദേഹത്തെ പിന്തുടർന്നു. വറക്കദത്ത് ഹവാസഹ, ഇവളുടെ മുഴുവൻ ഇന്ദ്രിയങ്ങളെയും അവനിലേക്ക് കേന്ദ്രീകരിച്ചു. വറഅതുഹു, അങ്ങനെ അദ്ദേഹത്തെ കണ്ടു. കത് അഹദ യദൂറു, അദ്ദേഹം ഇങ്ങനെ ചുറ്റി നടക്കുന്നതായിട്ട് കണ്ടു. വയഹ്ബിത്തുൽ മുൻഹദിറ, ഈ ഒരു കുന്നിൻ ചെരുവ് ഇറങ്ങുന്നതായിട്ടും കണ്ടു. ഈ ഒരു സമയത്ത് വതനാവലത്തിൽ ബുന്ദുഖിയ്യത്ത, ഈ ഒരു തോക്കെടുത്തു. നഫ്സഹ സരിയൻ, അവൾ പെട്ടെന്ന് ഈ ഒരു തോക്കെടുത്തു. സവ്വബത്ത്, എന്നിട്ട് ആ തോക്ക് ശരിയാക്കി പിടിച്ചു. സുമ്മ അത്ലഖത്തിന്നാറ, അങ്ങനെ വെടിവെച്ചു. വറഅതു, അവൾ കണ്ടു. യതദഹറജു, ആ ഒരു മനുഷ്യൻ പിടയുന്നതായിട്ട് കണ്ടു. സുമ്മ യസ്ഖുതു ഫിൽ വഹലി, എന്നിട്ട് പിടഞ്ഞ് ചളിയിലേക്ക് വീകുന്നതായിട്ട് കണ്ടു. വലമ്മ റഫഅത്ത് ഐനൈഹ, അവളുടെ കണ്ണെടുത്തപ്പോൾ അനിൽ മസൂറത്തി, ആ ഒരു പുകക്കുഴൽ, ആ ഒരു തോക്കിൻ്റെ കുഴലിൽ നിന്ന് കണ്ണെടുത്തപ്പോൾ റഅത്ത് ഹമ്മാമത്തും ബൈല, ഒരു വെളുത്ത പ്രാവിനെ കണ്ടു, വെള്ളരി പ്രാവിനെ കണ്ടു. തഹ്ലഖു ഫിൽ ജവ്വി, അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കുന്നതായിട്ട് കണ്ടു. സുമ്മ റഅത്ത്ഹ, പിന്നീട് അവൾ കണ്ടു. തഹ്ബിതുലി അവല മറത്തിൻ അല സതിഹിൽ കൂഹ്, ഈ ഒരു വീടിൻ്റെ മേൽക്കുരയിൽ ആദ്യമായിട്ട് ഈ ഒരു പ്രാവ്, സമാധാനത്തിൻ്റെ ഈ ഒരു വെള്ളരി പ്രാവ് പറന്നിറങ്ങുന്നതായിട്ടും കണ്ടു. ഇതാണ് കഥ. ഇതിൽ അറിയാത്തതായിട്ടുള്ള അർത്ഥങ്ങളെന്നുണ്ടെങ്കിൽ, അതല്ല എന്ന് പറഞ്ഞാൽ ഏന്തി നോക്കുക, എത്തി നോക്കുക എന്നർത്ഥമാണ്. ഹദ്ദക്ക എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു നോക്കുക എന്നർത്ഥമാണ്. തഹാറശത്തിൽ കിലാബ് എന്ന് പറഞ്ഞാൽ നായകൾ ചാടി വീണു എന്നുള്ള അർത്ഥമാണ്. ഇസ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ ചെരുവ് എന്നുള്ള അർത്ഥമാണ്. ബുന്നി എന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടി എന്നുള്ള അർത്ഥമാണ്. മുഅദ്ദിയത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ട് എന്നർത്ഥമാണ്. ജിഹാത്തു മൽവി എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അഴിയ എന്ന് പറഞ്ഞാൽ അവശൻ എന്നുള്ള അർത്ഥമാണ്. കാന തൊഹക്ക എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്റെ അന്ത്യമായി എന്നാണ്. കിലാബ് മസ്ഊറത്തുൻ എന്ന് പറഞ്ഞാൽ മാഡ് ഡോഗ്സ്, വളരെയധികം ഭ്രാന്തന്മാരായിട്ടുള്ള നായ്ക്കൾ എന്നാണ് അർത്ഥം. ഹിറാം എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നാണ്, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്, പുതപ്പ് എന്നാണ് അർത്ഥം. റബല ബി എന്ന് പറഞ്ഞാൽ നായകൾ കിടക്കുന്നതിനാണ് റബല എന്ന് പറയുന്നത്. ഒഫ എന്ന് പറഞ്ഞാൽ മയങ്ങിപ്പോവുക. സംജറത്ത് എന്ന് പറഞ്ഞാൽ നായയുടെ ഓരിയിടൽ, നായയുടെ കരച്ചിലാണ് പറയുക. ഗെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ചോളപ്പാടങ്ങൾക്കാണ് ഗെയ്ത്ത് എന്ന് പറയുന്നത്. വലൻ തെൻബുസ് എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നാണ്. മാസൂറത്തുൽ ബന്ദുഖിയ എന്ന് പറഞ്ഞാൽ തോക്കിൻ കുയൽ എന്നാണ് അർത്ഥം. ആറ് എന്ന് പറഞ്ഞാൽ മോശക്കാരൻ എന്നാണ് അർത്ഥം. അഹ്റസ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നാണ് അർത്ഥം. വഹൽ എന്ന് പറഞ്ഞാൽ ചളി എന്നർത്ഥം. തദഹറജ എന്ന് പറഞ്ഞാൽ ഉരുണ്ട് വീഴുക എന്നാണ് അർത്ഥം. ഇനിയും ആ പാഠഭാഗത്തിലുള്ള ചില അർത്ഥങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. തഹാറഷ്, ജംബബ്, അൽ അസ്ബ, എ കൺട്രി ഹൗസ് വിത്ത് ഫാം ബിൽഡിംഗ് അറ്റാച്ച്ഡ്, ഫാം ഹൗസ് എന്നൊക്കെ പറയാം. ബന്ന്, കോഫി എന്നുള്ള അർത്ഥം. മഅദിയത്ത്, മോട്ടോർ ബോട്ട്. മൽവ, ഒരു പ്ലേസ്, സ്ഥലത്തിൻ്റെ പേരാണ് മൽവ എന്നുള്ളത്. തൊഹക്ക് എന്ന് പറഞ്ഞാൽ കാന തൊഹക്ക് എന്നൊക്കെ പറഞ്ഞു, ഷൂട്ട് എന്നുള്ള അർത്ഥമാണ്. മസ്ഊറത്തൻ എന്ന് പറഞ്ഞാൽ മാഡ്, ഭ്രാന്തൻ എന്നുള്ള അർത്ഥം. ഹറാം എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ്. റബല, ക്രൗച്ച്. മബ്ഹൂഹ്, റഫ്.
ആർ എന്ന് പറഞ്ഞാൽ ഷെയിം, വഹൽ എന്ന് പറഞ്ഞാൽ മഡ്, ചളി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തുള്ള അർത്ഥങ്ങൾ പറഞ്ഞു. ഇനി പറയുന്നത് ചില പ്രധാന പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്, വാക്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതല്ലമിൻ എന്ന് പറഞ്ഞാൽ പാളി നോക്കുക എന്നർത്ഥം. അതല്ല റഫീഖ് മിനെ ഷിബാക്കി, ജനലിലൂടെ പാളി നോക്കി എന്നർത്ഥം. ഹബത്ത അല എന്ന് പറഞ്ഞാൽ ഇറങ്ങുക, ഒരു സ്ഥലത്ത് ഇറങ്ങുക എന്നുള്ള. ഹബത്തത്തിൽ ഹമാത്തു അല മനാറത്തിൽ മസ്ജിദ്, പള്ളിമിനാരത്തിൽ പ്രാവുകൾ ഇറങ്ങി എന്നർത്ഥം. നസഹബി എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക എന്നർത്ഥം. നസഹബി ബിൽ ഇസ്തിഖാമ. ഇനിയും 4, 5, 6, 7 ഉണ്ട്. അതിൽ ഹബസാൻ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക. ഇസ്തജാറ ബി എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിക്കുക എന്നർത്ഥം. റഷാല എന്ന് പറഞ്ഞാൽ കുടയ. നദറ അൻ എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിരിക്കുന്നു എന്നുള്ള അർത്ഥം. റഷ റുക്കിയ അൽ മാ വല ബൗലി സബി, കുട്ടി മൂത്രം ഒഴിച്ചപ്പോൾ റുക്കയ്യ എന്ത് ചെയ്തു? വെള്ളം കുടഞ്ഞു. ഇസ്തജാറ ലബിയു ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മാൻ നബിയുടെ അടുത്ത് നിന്ന് അഭയം പ്രാപിച്ചു. നദറ അൻ എന്ന് പറഞ്ഞാൽ നദറ യകൂന ഫി സുമലായി മൈ സാബിക ഫി സിറായി വദറായി, സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം നിൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ വളരെ കുറവായിരിക്കും എന്നുള്ള അർത്ഥമാണ് നദറ അൻ എന്നുള്ള പദം കൊണ്ടൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തുള്ള പ്രധാനപ്പെട്ട അർത്ഥങ്ങളും അതിലെ വാക്യങ്ങൾ പ്രയോഗിച്ചതുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പറയുന്നത് ഈ ഒരു പാഠഭാഗത്തിൽ ചില മൃഗങ്ങളുടെ ശബ്ദം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മഅത്ത് എന്നുള്ളത് ഹറൂഫിൻ്റെ ശബ്ദമാണ്. ലൊഗൈബ് എന്നുള്ളത് അർണബിൻ്റെതാണ്, അഥവാ മുയലിൻ്റെതാണ്. ഹറൂഫ് പറഞ്ഞാൽ ചെറിയ ആട്ടിൻകുട്ടീൻ്റെതാണ്, അറിയില്ല നമ്മൾ. സഈർ എന്ന് പറഞ്ഞാൽ ഓരിയിടലാണ്, അസദ് സിംഹത്തിൻ്റെതാണ്. ബത്തത്ത് പറഞ്ഞാൽ ഈ താറാവിൻ്റെ ഒച്ചക്കാണ് ബത്തത്ത് പറഞ്ഞാൽ. നുബാഹ് എന്ന് പറഞ്ഞാൽ നായയുടെ ഒച്ച, കൽബ്. സിയാഹ് എന്ന് പറഞ്ഞാൽ കോഴി കൂവുന്നതിനാണ് പറയുക. അവ എന്ന് പറഞ്ഞാൽ ചെന്നായി ഓരിയിടുന്നതിനാണ്. സ്വഹീൽ എന്ന് പറഞ്ഞാൽ കുതിരയുടെ ശബ്ദത്തിനാണ്. ഹുവാർ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ശബ്ദമാണ്. നഖീഖ് എന്ന് പറഞ്ഞാൽ അത് തവളയുടെ ശബ്ദമാണ്. നഹീഖ് എന്ന് പറഞ്ഞാൽ കഴുതയുടെ ശബ്ദമാണ്. നഈഖ് എന്നായാൽ അത് ഒറാബ് കാക്കയുടെ ശബ്ദമാണ്. മവ എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ, മ്യാവ് എന്നുള്ള ശബ്ദത്തിനാണ് അറബിയിൽ മവ എന്ന് പറയുക. ത്വനീൻ എന്നുള്ളത് കൊതുകിൻ്റെ ശബ്ദത്തിനാണ്. അപ്പോൾ ചില പക്ഷികളുടെ ശബ്ദമാണ്, മൃഗങ്ങളുടെ ശബ്ദമാണ് ഈ ഒരു പാഠഭാഗത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പദങ്ങളുമാണ് ഈ ഒരു എക്സൈസ് ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഏതൊക്കെയാണ് പക്ഷിയുടെ ശബ്ദം, ഏതൊക്കെ മൃഗങ്ങളാണ് എന്നുള്ളത് നമ്മളെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി പറയുന്നത് മുഫ്രദും ജമ്മുമാണ്. വലതിൻ്റെ ജമ്മ് ഔലാദ്, കൽബ് കിലാബ്, ബഹീമത്ത് ബഹായിമ്, മിസ്ബാഹ് മസാബിയഹ്, ഖാത്തിർ ഖവാത്തിർ, ഫിറാഷ് ഫുറുഷ്, സാഹിൽ സവാഹിൽ, ലൈഫ് ലുയൂഫ്, ദം ദിമാഗ്, ലൗ അൽവാ, കൂഹ് അക്വാഹ്, അസ ഇസി എന്നാണ് അതിൻ്റെ ജമ്മ്. പ്രത്യേകം മാറുന്നത് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. സൂക്ക് അസ്വാക്ക്, വലത് ഒരു പ്രാവശ്യം കൂടി വന്നിട്ടുണ്ട്. ഔലാദ് എന്നുള്ളതാണ്. വലത് ഔലാദ് എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. ചില ജമ്മുകളുണ്ട് ചിലപ്പോൾ നമുക്ക് മാറാൻ സാധ്യതയുള്ള. ഉദാഹരണമായി അസ എന്നതിൻ്റെ ജമ്മ് ഇസി എന്നാണ് ഉപയോഗിക്കുക. അങ്ങനെയുള്ള ചില പദങ്ങൾ. പിന്നെ ദമ് എന്നുള്ളതിന് ദിമാ എന്നാണ് ഉപയോഗിക്കുക. അങ്ങനെയുള്ള ചില പദങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ ജമ്മ് മുഫ്രദ് എഴുതാനുള്ളിടത്ത് അത് ഉപകാരപ്പെടും. ഇനി മുത്തറാദിഫ്, അലം എന്നുള്ളതിൻ്റെ മറ്റൊരു പദമാണ് വജ് എന്നുള്ളത്, വേദന എന്നർത്ഥം. ഫിറക്കത്ത് ഒരു കൂട്ടം എന്നുള്ളതിൻ്റെ മറ്റൊരു പദമാണ് മജ്മുഅത്ത്. ത്വരീഖ് എന്നതിൻ്റെ വേറൊരു പദമാണ് സിറാത്ത്, വഴി എന്നർത്ഥം. ലൊഹ്മ് എന്ന് പറഞ്ഞാൽ വലിയ എന്നർത്ഥം, ജസീം തടിയുള്ള. ഒരീബ് എന്ന് പറഞ്ഞാൽ അജ്നബി വിദേശി എന്നർത്ഥം. ഇനി അൽദാദ്, ലിദ്ദുകൾ ഓപ്പോസിറ്റുകളാണ്. സതഹ് എന്ന് പറഞ്ഞാൽ പുറംഭാഗം, ബിൽഡിങ്ങിൻ്റെ പുറംഭാഗത്തിനാണ് സതഹ് എന്ന് പറയുക. ബാത്തിന് ഉൾഭാഗം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ലൊലാമ് ഇരുട്ട്, ലവ് പ്രകാശം. ഓലിയത്ത് വില കൂടിയത്, റഹീസ് വില കുറഞ്ഞത്. സരീ സ്പീഡുള്ളത്, ബത്തി പതുക്കെയുള്ളത്. ദായിം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത്, ദായിലാണ് നീങ്ങി പോകാവുന്നത്. ഇൻസിറാഫ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് വിദൂരത്തേക്ക് പോവുക. ഇക്തിറാബ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്തേക്ക് വരിക. ഷർക്ക് എന്നുള്ളത്
ഉറബ്. അത് സാധാരണ ഉപയോഗിക്കാറ് നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഷെർക്ക് ഉറബ് എന്നുള്ള ഓപ്പോസിറ്റുകൾ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക, പഠിച്ച് വെക്കുക. ഇനി ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. മാതാ സാലത്ത് റുക്കയ്യ റജുല ബാദ മാ ജാഅത്ത് ബിൽ മിസ്ബാഹി. വിളക്കുമായി വന്നപ്പോൾ റുക്കയ്യ ആ ഒരു മനുഷ്യനോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. സാലത്ത് റുക്കയ്യ റജുൽ ഇന്ധന കലീൽ മിനൽ ബുന്നി. ഞങ്ങളുടെ അടുത്ത് കുറച്ച് കോഫി പൗഡർ ഉണ്ട്, കോഫി ഉണ്ട്. അൽ തസ്തത്തിയാൻ തംഷീരിൽ കുഹ്. ഇതാണ് ഈ ഒരു റുക്കയ്യ ആ അജ്നബി ഗരീബിനോട് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, മാതാ അജാബർ റജുലു ഇന്ദമാ സാലത്ത് റുക്കയ്യ ലിമാദ മറർത്ത മിനാക്ക. എന്തിനാ അതി കൂടെ നടന്ന് ചോദിച്ച സമയത്ത് എന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. പാഠഭാഗത്തുള്ള ഒരു ഭാഗമാണ്. അന ഗരീബൻ, ഞാനെന്താണ് ഒരു വിദേശിയാണ്, വല്ല ആരിഫ് തുർക്ക്, അങ്ങനെയുള്ള മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് ഇമൻ ഖത്തലർ റജുല വലിമാദ. ആരാണ് ഈ ഒരു മനുഷ്യനെ കൊന്നത്, എന്തിനാണെന്നുള്ളത്. ആരെ കൊന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു കഥയിൽ ഈ കഥ ക്ലാസ് കേട്ട നിങ്ങൾക്കറിയാം. ഹുമാമാണ് കൊന്നിട്ടുള്ളത്. എന്തിനാ വെച്ചാൽ ചില പൊൻപണത്തിന് വേണ്ടിയിട്ട്. മാതായാനി ലൗ റആക ഹുമാം വാൻത മാറുമിൻ താറ്റി കാന തൊഹുക. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഹുമാമ് കാണുകയാണ് ഇതിൻ്റെ അവസാനമായിരിക്കും എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളത്. കാരണം അദ്ദേഹം എന്തായിരുന്നു, നഹു എത്തുലക്കോ അല്ലെങ്കിൽ റസാസ് വലൂക്കാന മാറ് റാവു മാറ്. അദ്ദേഹം ചെയ്യാണെങ്കിൽ നടന്നു പോകണ്ട അപ്പം തന്നെ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അഞ്ചാമത്തെ ചോദ്യം, അഹിറൻ അത്തുലക്കത്ത് റുക്കയ്യ അന്നാറ അല ഹുമാം. റുക്കയ്യ ഹുമാമിൻ്റെ വെടിവെച്ചു, എന്താണ് കാരണം എന്നുള്ളത്. എന്നോ കത്തിൽ വരീബൽ ഇസ്തിലാറോ, ഒരാൾ വന്നിട്ട് അയാൾ കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പറയുന്നത് ഹുലാസത്ത് ഖിസ്സത്തുൽ ഖരീബ്. ഈ ഒരു കഥയുടെ ഷോർട്ടാണ്, നിങ്ങൾ വായിക്കേണ്ട ഭാഗമാണ്. ഷോർട്ട് വളരെ ഷോർട്ടാക്കിയിട്ട് ഒരു പേജിൽ എഴുതാനുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഖിസ്സ എഴുതാൻ ചോദിക്കുന്നതാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി എഴുതേണ്ട ഒരു ഭാഗമാണ്. നിങ്ങളെന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക.